നിനക്കെല്ലാം തമാശയാണ്. നിന്റെ ജീവിതമേ ഒരു തമാശയിൽ കുരുത്തതാണ്. നോക്ക്, ഇനിയും നിങ്ങളെന്നെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഞാൻ ഇവിടെ നിന്നും പോകും. നിനക്കതാണ് ഇഷ്ടമെങ്കിൽ നീ പോയിക്കോ. ഞാനിനി ആരെയും ശല്യം ചെയ്യാനും പിടിച്ചു വെക്കാനും നിൽക്കില്ല. ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എനിക്കൊരു ശല്യമാണെന്ന്? എന്തിനു പറയണം? ഇന്നലത്തെ സ്വഭാവത്തോടു കൂടി എനിക്ക് മനസ്സിലായി നിനക്ക് ഞാൻ വലിയൊരു ബാധ്യതയാണെന്ന്. ഭാര്യ എന്ന റോള് സഹിക്കാൻ നിനക്ക് കഴിയില്ല എന്ന്. പിന്നീട് അവൾക്ക് സംസാരിക്കാൻ ഒരു വാക്കുപോലും ഉണ്ടായില്ല. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി താഴേക്ക് വീണു. ദേവൻ സത്യത്തിൽ അവളെ ഒന്ന് ചൂടുപിടിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരുന്നു. അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. അവന് നേരെ പാഞ്ഞുകൊണ്ട് അവനെ വട്ടം കെട്ടിപ്പിടിച്ചു. അവളുടെ ആ കെട്ടിപ്പിടുത്തത്തിൽ ദേവന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. മരണം വരെ ഞാൻ നിങ്ങളുടെ ഭാര്യ മാത്രമാവാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് ഗൗരിക്കൊരു മാറ്റവുമില്ല. ദേവൻ തിരിച്ചവളെ കെട്ടിപ്പിടിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി. ഗൗരി അവനിൽ നിന്നും വിട്ടുമാറി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ശരിക്കും നിങ്ങൾക്ക് എന്നെ മടുത്തു അല്ലേ? വിറയാർന്ന ശബ്ദത്തോടെ അവൾ ചോദിച്ചു. അത് ചോദിക്കുമ്പോൾ അവളുടെ ഹൃദയം പിടയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ദേവൻ്റെ മുഖത്ത് ഒരു പുച്ഛം മാത്രമായിരുന്നു. പിന്നീട് ദേവൻ അവൾക്കൊരു മറുപടിയും നൽകിയില്ല. പതിയെ അവൾ നിശബ്ദയായി തലകുനിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് വന്നു. അവൾ റൂമിൽ നിന്നും ഇറങ്ങിയതും ദേവൻ ഡോറ് വലിച്ചടച്ചു. തനിക്ക് മുഖത്ത് അടികിട്ടിയതുപോലെയായിരുന്നു ഗൗരിക്ക്. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ മുന്നിലുള്ള ഒന്നും അവൾക്ക് വ്യക്തമായിരുന്നില്ല. കണ്ണുനീർ തുടയ്ക്കുന്നുണ്ട് എങ്കിലും രണ്ടിരട്ടിയായി അടുത്ത നിമിഷം തന്നെ കണ്ണിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. അവൾ പതിയെ റൂമിലേക്ക് ചെന്നിരുന്നു. ടേബിളിൽ വെച്ചിരുന്ന ഫോണിലേക്ക് ഒരു മാത്ര അവളുടെ നോട്ടം നീങ്ങി. അതിൻ്റെ വാൾപേപ്പർ ദേവൻ്റെ ഫോട്ടോ ആയിരുന്നു. എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്? തമാശയ്ക്ക് ഒന്നും മിണ്ടാതിരുന്നു എന്നതാണോ? നിങ്ങൾക്കിനി ഒരു ഭാരമായി ഞാൻ ഉണ്ടാവില്ല. അവൾ എന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ പറഞ്ഞുകൊണ്ട് ഫോൺ ടേബിളിൽ തന്നെ വെച്ചു. ഇതേ സമയം റൂമിൽ ദേവൻ നല്ല രീതിയിൽ ചിരിക്കുകയായിരുന്നു. ഒരു മണ്ടി തന്നെ. നീ എന്നോട് ഇന്ന് സംസാരിച്ച അതേ സമയത്ത് മാത്രമേ ഞാനും നിന്നോട് സംസാരിക്കുകയുള്ളൂ. അതായത് നിന്നെ കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ഒരു 12 മണി സമയത്ത്. അതുവരെ ഞാൻ ഇന്നലെ അനുഭവിച്ച വിഷമം നീയൊന്ന് അനുഭവിക്ക്. ഒരു ചിരിയോടെ ദേവൻ പറഞ്ഞുകൊണ്ട് സീലിങ്ങിലേക്ക് നോക്കിക്കിടന്നു. ഗൗരി അവരുടെ ബാഗിലേക്ക് കുറച്ച് വസ്ത്രങ്ങൾ കുത്തി നിറച്ചു. അവൾക്ക് ആവശ്യമുള്ള കോളേജ് ബുക്കുകളെല്ലാം അവൾ കോളേജ് ബാഗിലാക്കി. അവളുടെ ഹൃദയം പേടികൊണ്ട് വല്ലാതെ പിടയ്ക്കുന്നുണ്ടായിരുന്നു. ദേവൻ്റെ ഒരു നിമിഷത്തെ പ്രവൃത്തിയിൽ അവളുടെ ഹൃദയം ആകെ നുറുങ്ങിപ്പോയി. അവൾ ദേവനൊരു ഭാരമാണെന്ന് അവളുടെ മനസ്സ് തന്നെ അവളോട് പറഞ്ഞു. അവൾ പതിയെ ശബ്ദമുണ്ടാക്കാതെ സാധനങ്ങളെല്ലാം എടുത്ത് റൂമിൽ നിന്നും ഇറങ്ങി. താഴെ മെയിൻ ഡോറിൽ എത്തിയപ്പോഴാണ് അവൾ ദേവൻ വന്നപ്പോൾ പറഞ്ഞ വാക്ക് ഓർത്തത്. നീ ഇവിടെ നിന്നും എൻ്റെ അനുവാദമില്ലാതെ ഇറങ്ങുകയാണെങ്കിൽ ആ താലി ഇവിടെ വെച്ച് പോകണം. എല്ലാ ബന്ധവും തീർത്തുകൊണ്ടു പോകണം. അവൾ പതിയെ അവളുടെ താലിയിൽ മുറുകെ പിടിച്ചു. നിങ്ങൾക്ക് എല്ലാ ബന്ധവും തീർത്തു തന്നാൽ ചിലപ്പോൾ സന്തോഷമായേക്കാം. പക്ഷേ ഈയൊരു ബന്ധം മരണം വരെ എനിക്ക് വേണം. അതുകൊണ്ട് താലി ഞാൻ ഇവിടെ ഊരി വെക്കില്ല. അവളോട് തന്നെ പറഞ്ഞുകൊണ്ട് താലിയിൽ മുറുകെ പിടിച്ചു. പതിയെ ആ മെയിൻ ഡോർ തുറന്ന് അവൾ പുറത്തേക്കിറങ്ങി. ഞാൻ പോവാണ്. നിങ്ങളെ ശല്യം ചെയ്യാൻ ഒരിക്കലും വരില്ല. അവൻ്റെ റൂമിലേക്കൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞ് അധികം വൈകാതെ അവൾ വീട് വിട്ടിറങ്ങി. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്ന ദേവൻ്റെ ചുണ്ടിൽ ഒരു ചെറുചിരി വിരിഞ്ഞു. അവന് ഫോണിൽ ടൈം നോക്കി. 7 മണി കഴിഞ്ഞു. മതി. അവളുമായി ഇനിയും വഴക്കിട്ടിരുന്നാൽ അവൾക്ക് വല്ലാതെ ഫീലാവും. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പെണ്ണല്ലേ, പാവം. ദേവൻ ചിരിയോടെ ചിന്തിച്ചുകൊണ്ട് ഫ്രഷായി അവിടെ നിന്നും ഗൗരിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. അവളുടെ റൂമിന് മുന്നിൽ ചെന്നതും ദേവനൊന്ന് നിന്നു. ഏയ്, എന്തിനു ചമ്മുന്നു? എന്തൊക്കെ പറഞ്ഞാലും അവളെൻ്റെ ഭാര്യയല്ലേ. പാവം, ഒരുപാട് വിഷമിച്ചാ ഇന്നലെ റൂമിൽ നിന്നും വന്നത്. അവൻ്റെ മുഖം പതിയെ വാടി. ഡോറ് ലോക്ക് പിടിച്ച് തിരിച്ചതും ഡോർ ഓപ്പൺ ആയി. പാവം, ഇന്നലെ എന്നെ കാത്തിരുന്നു എന്ന് തോന്നുന്നു. ഡോറ് ലോക്ക് പോലും ചെയ്യാതെ. ദേവനൊന്ന് പുഞ്ചിരിച്ചു. അത് കഴിഞ്ഞ് റൂമിലേക്ക് കയറിയ ദേവൻ്റെ കണ്ണുകൾ ആ റൂം മുഴുവൻ അവളെ തിരഞ്ഞു. എങ്കിലും അവിടെയൊന്നും അവൾ ഉണ്ടായില്ല. ഇവളിതെവിടെ പോയി? ഈ റൂമിലല്ലേ കിടന്നത്? ദേവൻ ചുണ്ടുകൾ കടിച്ചു നിന്നു. പിന്നീട് അവിടെയുള്ള റൂമുകൾ മുഴുവനായി തിരയാൻ തുടങ്ങി. അവളെ അവിടെയൊന്നും അവൻ കണ്ടില്ല. ഇനി ചിലപ്പോൾ അടുക്കളയിലാവും. ഇന്നു മുതൽ ജോലിയെല്ലാം ഒറ്റയ്ക്ക് വേണമെന്ന് പറഞ്ഞതല്ലേ. എന്തായാലും ചെന്ന് സഹായിക്കാം. ദേവൻ പതിയെ താഴേക്ക് പോയി. താഴെ അടുക്കളയിൽ ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. എല്ലാം പഴയതുപോലെ തന്നെയുണ്ട്. ഇവളിതെവിടെ? ദേവൻ അവൻ്റെ ഫോണെടുത്ത് പുറത്ത് മാറി നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡിനെ വിളിച്ചു. എല്ലാവരും അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. സാർ, എന്താ? ഈ വീട് ഫുൾ സെർച്ച് ചെയ്യേ, ഗൗരിയെ കാണാനില്ല.
അവർ ആ വീട് മുഴുവൻ അരിച്ചു പെറുക്കി. അവളെ അവിടെ കാണാനുണ്ടായില്ല. ദേവൻ അവളുടെ റൂമിൽ വസ്ത്രങ്ങളുണ്ടോ എന്ന് നോക്കി. അവളുടെ വസ്ത്രങ്ങളും ബുക്സും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അത് കണ്ടതും ദേവൻ തളർന്ന പോലെയായി. പതിയെ അവൻ കട്ടിലിരുന്നു. അപ്പോഴാണ് ടേബിളിൽ ഒരു പേപ്പർ മടക്കി വെച്ചത് കണ്ടത്. ദേവൻ അത് എടുത്തു നോക്കി. മിസ്റ്റർ ഹസ്ബൻഡ്, ഞാൻ നിങ്ങളെ എപ്പോഴും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇനിയും അങ്ങനെയാവും. ഇന്നലെ ശരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ കുറുമ്പ് കാണിച്ചതാണ്. അല്ലാതെ നിങ്ങളെ വിഷമിപ്പിച്ചാൽ ഞാനും വിഷമിക്കില്ലേ? എന്തോ നിങ്ങളത് വലിയ കാര്യമായി എടുത്തു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് പറ്റിയ പെണ്ണല്ല എന്ന്. നിങ്ങൾ കോടീശ്വരൻ, ഞാൻ വെറും... നോക്ക്, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ എൻ്റെ മരണം വരെ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യും. നിങ്ങൾക്ക് നല്ലൊരു ജീവിതമുണ്ടാകും. ഇനി ഞാൻ വരില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക്. താലി അതെനിക്ക് വേണം. മരണം വരെ എനിക്ക് ദേവൻ്റെ ഭാര്യയായി തന്നെ ജീവിക്കണം. ഒരുപാട് സ്നേഹത്തോടെ, അതിലുപരി വിഷമത്തോടെ, ഗൗരി. അവൾ എഴുതി നിർത്തി. അത് വായിച്ചതും ദേവൻ്റെ ഹൃദയത്തിൽ ആരോ കീറി മുറിക്കുന്നത് പോലെ അവന് തോന്നി. ഇത്രയും ഗാർഡ്സ് ഉണ്ടായിട്ടും അവരുടെ കണ്ണിൽ പെടാതെ ഗൗരി എങ്ങനെ പോയി? ദേവൻ എല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു. ആരും തന്നെ അവളെ കണ്ടിട്ടില്ല. ദേവന് അവരുടെ വാക്കിൽ ദേഷ്യമാണ് തോന്നിയത്. മെയിൻ ഗേറ്റ് വഴി അവൾ പോയിട്ടും നിങ്ങൾ കണ്ടില്ല എന്നോ? നിങ്ങളെയൊക്കെ... ദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി. പെട്ടെന്നാണ് ഒരാൾ മുന്നിലേക്ക് വന്നത്. സാർ, ഇന്നലെ ഞങ്ങളെല്ലാം ചെറുതായി മദ്യപിച്ചിരുന്നു. അതുകൂടെ കേട്ടപ്പോൾ ദേവൻ അടിമുടി വിറച്ചുപോയി. ഇന്ന് രാത്രിക്ക് മുന്നേ ഗൗരി ഇവിടെ എത്തിയില്ല എങ്കിൽ എല്ലാത്തിനെയും ഞാൻ കൊന്നുകളയും. ദേവൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് വണ്ടിയെടുത്ത് അവളെ അന്വേഷിച്ചിറങ്ങി. ഒരുപാട് ദൂരം എങ്ങോട്ടെന്നില്ലാതെ കാറ് പായിച്ചു. ഇടയ്ക്ക് ദേവൻ്റെ ഫോൺ റിങ് ചെയ്തു. പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് തന്നെ ദേവൻ ഗൗരിയാവുമെന്ന് വെച്ച് ഫോൺ പെട്ടെന്നെടുത്തു. ഹലോ ദേവ. മറുപുറത്തു നിന്നും ഒരു പുരുഷ ശബ്ദം ഉയർന്നു. ആരായത്? ദേവൻ തിരിച്ചു ചോദിച്ചു. ആ, എന്നെയൊക്കെ മറന്നോ നീ? അവൻ്റെ ദേഷ്യം മൂർച്ഛിച്ചു വന്നു. പറ, ആരാണെന്ന്. ഡാ, ഞാൻ അമനാണ്. ഞാനിപ്പോൾ ബാംഗ്ലൂരുണ്ട്. അതിന്? ദേവൻ താല്പര്യമില്ലാതെ ചോദിച്ചു. അതിനെന്നോ? അമൻ ദേവൻ്റെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരനാണ്. ഡോക്ടറാണ്. ലണ്ടനിലായിരുന്നു. ഇപ്പോൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. നോക്കമൻ, ഞാനിപ്പോൾ സംസാരിക്കാനുള്ള മൂഡിലല്ല. നിനക്ക് ഏത് മൂഡാണെന്ന് എനിക്കറിയാം. കൊച്ചു കള്ള, കല്യാണം കഴിഞ്ഞതല്ലേ? ചെലവ് വേണം. പിന്നെ ഭാര്യയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അയക്ക് നോക്കട്ടെ. എൻ്റെ ഭാര്യയെ നീ കാണണ്ട, വെച്ചിട്ട് പോ. അതും പറഞ്ഞ് ദേഷ്യത്തിൽ ദേവൻ ഫോൺ കട്ട് ചെയ്തു. കൂട്ടുകാരുമായി ബാംഗ്ലൂർ നഗരത്തിലെ സ്കൈ ഹോട്ടലിൽ റൂമിലിരിക്കുന്ന അമനും അവൻ്റെ കൂട്ടുകാരും പരസ്പരം നോക്കി. അല്ലടാ, ദേവൻ എന്താ ഇത്ര ചൂടില്? അറിയില്ല, അവൻ്റെ കാര്യല്ലേ, അമൻ പറഞ്ഞു. എന്തായാലും കുറേ കാലത്തിന് ശേഷം വിളിച്ചിട്ട്. വിമൽ പറഞ്ഞു. എനിക്കൊരു പ്രശ്നവുമില്ല വിമൽ. കാരണം നമ്മളെ പോലത്തെ ഒരു വർക്കല്ല ദേവന് നോക്കാനുള്ളത്. ബിസിനസ് കിങ് അല്ലേ, അതിൻ്റെ സ്ട്രെസ് ഉണ്ടാവും, അതുകൊണ്ടാ. അമൻ അവൻ്റെ കുഞ്ഞിലെ മുതലുള്ള കൂട്ടുകാരനായതുകൊണ്ട് തന്നെ ദേവനെ അവന് നന്നായി അറിയാമായിരുന്നു. പെട്ടെന്ന് അമൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. സോറി. ദേവനായിരുന്നു അത്. തൻ്റെ ബാല്യം മുതലുള്ള കൂട്ടുകാരനെ വിഷമിപ്പിക്കാൻ അവന് പറ്റില്ല. ഇന്ന് ഗൗരിയെ കാണാത്തതിൻ്റെ വിഷമവും ദേഷ്യവുമാണ് അവനെ ക്രൂരനാക്കിയത്. അമൻ ചിരിയോടെ റിപ്ലൈ കൊടുത്തു. എൻ്റെ പൊന്നു ചങ്ങാതി, നീ വലിയ എന്തോ വിഷയം കാരണം തലപുണ്ണായി ഇരിക്കുകയാണെന്ന് അറിയാതെ ഞാനല്ലേ വിളിച്ചത്. അപ്പോൾ ഞാനല്ലേ സോറി പറയേണ്ടത്. അമൻ റിപ്ലൈ കൊടുത്ത ശേഷം ഹോട്ടലിൽ നിന്നും കൂട്ടുകാരോടും യാത്ര പറഞ്ഞുകൊണ്ട് കാറെടുത്ത് പോയി. ലണ്ടനിൽ വലിയ ഡോക്ടറാണ് അമൻ. അതുകൊണ്ട് സ്വന്തമായി വീടും ജോലിക്കാരും അവനുണ്ട്. അച്ഛനും അമ്മയും വേറെ വീട്ടിലാണ്. നാട്ടിൽ വന്നാൽ കാര്യങ്ങൾ നോക്കാൻ വീട് നിറച്ച് പണിക്കാരുമുണ്ട്. കാറെടുത്ത് പോയ അമൻ മറ്റെന്തോ ചിന്തയിൽ മുഴുകി. പെട്ടെന്നാണ് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന ഒരു പെണ്ണിനെ അവൻ്റെ വണ്ടി ചെന്നിടിച്ചത്. പെട്ടെന്ന് ബോധം വീണ്ടെടുത്ത അമൻ വണ്ടി നിർത്തിയെങ്കിലും ആ പെൺകുട്ടി കുറച്ചുമാറി തെറിച്ചു വീണിരുന്നു. ആളുകളെല്ലാം ഓടിക്കൂടി. എൻ്റെ ഈശ്വര! അമൻ തലയിൽ അറിയാതെ കൈവച്ചു പോയി. പെട്ടെന്ന് അമൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ഏയ്, മാറി നിൽക്ക്, ഞാൻ നോക്കാം, അമൻ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും മാറ്റി. എങ്ങോട്ടാ? കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു. ഞാനൊരു ഡോക്ടറാണ്, ഞാൻ നോക്കട്ടെ ആ കുട്ടിയെ. ആ, ഡോക്ടർ രോഗികളെ കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെയാണോ രോഗികളെ ഉണ്ടാക്കുന്നത്? ഒരാൾ പറഞ്ഞു. ഷട്ടപ്പ്, അമൻ ദേഷ്യത്തിൽ പറഞ്ഞു. അമൻ അവളെ പരിശോധിക്കാൻ തുടങ്ങി. അവളുടെ നെറ്റിയിലും കൈമുട്ടിലും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും തെറിച്ചു വീണതിൽ ഉരസി സ്ക്രാച്ച് വന്നിട്ടുണ്ട്. തലയുടെ പിൻഭാഗം പൊട്ടി ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടെ അമൻ്റെ കാർ തുറന്ന് അവളെ അതിൽ കിടത്തി. അവളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗും മറ്റും ആളുകൾ അമൻ്റെ കാറിലേക്ക് കയറ്റി വെച്ചു. നാട്ടിൽ വന്ന് ആദ്യമായി യൂസ് ചെയ്യുകയായിരുന്നു അമൻ ആ കാറ്. വെള്ള സീറ്റ് കവർ ആയിരുന്നു അതിന്. അതെല്ലാം രക്തത്തിൽ കുതിർന്നിരുന്നു. അമൻ വേഗത്തിൽ കാറ് ഹോസ്പിറ്റലിലേക്ക് പായിച്ചു. ഇതേ സമയം ഗൗരിയെ തേടി അലഞ്ഞ ദേവൻ്റെ ക്ഷമ നശിച്ചു തുടങ്ങി.
പോരാത്തതിന് വല്ലാത്ത സങ്കടവും. അന്നത്തെ രാത്രി മുഴുവൻ ദേവൻ അവൾക്ക് വേണ്ടി അലഞ്ഞു. എവിടെയും അവനോ അവൻ്റെ ആളുകളെയോ അവളെ കണ്ടുപിടിക്കാനായില്ല. തിരിച്ച് പുതിയ വീട്ടിലേക്ക് വന്ന ദേവൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. ഗൗരി, നീ എവിടെയാ? നീയില്ലാതെ എനിക്ക് പറ്റില്ല. ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിഷമിപ്പിക്കില്ല. നീ ഒന്ന് വാ ഗൗരി. ഒറ്റ രാത്രി കൊണ്ട് നീ എങ്ങോട്ടാ പോയത് ഗൗരി? കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ദേവൻ ഒരു ദീർഘശ്വാസം വലിച്ചുവിട്ട് പറഞ്ഞു. ഇതേ സമയം ഹോസ്പിറ്റലിൽ അമൻ ആ പെൺകുട്ടിയുടെ കൂടെ റൂമിലുണ്ടായിരുന്നു. അവൾക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കുട്ടി, നീ ആരാ? എന്തിനാ എൻ്റെ വണ്ടിയുടെ മുന്നിൽ തന്നെ വന്ന് കയറിയത്? അമൻ മുഷ്ടി ചുരുട്ടി ചുണ്ടിൽ അമർത്തി തല താഴ്ത്തിക്കൊണ്ട് അവളെ നോക്കി. പെട്ടെന്ന് നേഴ്സ് റൂമിലേക്ക് വന്നു. സാർ, ഇത് കുട്ടിയുടെ ആഭരണങ്ങളാണ്. അമൻ അത് വാങ്ങി ഭദ്രമായി അവളുടെ ബാഗിലേക്ക് വെച്ചു. ഈ പെൺകുട്ടി ഒരുപാട് കെട്ടും പാണ്ഡവുമായിട്ടാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. അവൻ അവളുടെ ബാഗിലേക്ക് ആഭരണങ്ങൾ വെക്കുന്നതിനിടെയാണ് ഒരു നോട്ട്ബുക്ക് കണ്ടത്. ചിലപ്പോൾ ഈ നോട്ട്ബുക്കിൽ ഈ കുട്ടിയെ പറ്റി ഉണ്ടെങ്കിലോ? അവൻ ആ നോട്ട്ബുക്ക് തുറന്നു നോക്കി. ഗൗരി നകുലൻ. ആ ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ അവളുടെ പേര് അവൻ കണ്ടു. അവൾ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ് എന്ന് അവന് അതിൽ നിന്നും മനസ്സിലായി. പിന്നെ ബുക്ക് മറിച്ചെങ്കിലും പിന്നെ അവളെപ്പറ്റി ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണല്ലേ? ഗൗരി, നല്ല പേര്. നകുൽ ആരാവും? അച്ഛനാവോ അതോ? ഏയ്, കല്യാണം കഴിഞ്ഞതാണെന്ന് തോന്നുന്നില്ല. അവളെ നോക്കി അമനൊന്ന് പുഞ്ചിരിച്ചു. പെട്ടെന്ന് അമൻ്റെ ഫോണിൽ ദേവൻ്റെ കോൾ വന്നു. അമൻ അതുമായി പുറത്തേക്ക് പോയി. ഹലോ ദേവ, എന്താ ഈ നേരത്ത്? ഉറക്കമൊന്നുമില്ലേ? നീ രാവിലെ എന്തിനാ വിളിച്ചത്? ദേവൻ അവൻ ചോദിച്ചതിനുള്ള മറുപടി കൊടുക്കാതെ ചോദിച്ചു. ചുമ്മാ, ഞാൻ നാട്ടിലുണ്ട്, കുറച്ചു കാലം ഉണ്ടാകും. മാരേജ് കഴിഞ്ഞ് പോവുകയുള്ളൂ. അമൻ പറഞ്ഞു. ഓ, പെൺകുട്ടി ഏതാ? ദേവൻ അലസമായി ചോദിച്ചു. കണ്ടുപിടിച്ചിട്ടില്ല. അതും പറഞ്ഞ് അറിയാതെ അമൻ്റെ കണ്ണുകൾ സൈഡിൽ കിടക്കുന്ന ഗൗരിയെ തേടിപ്പോയി. ഒരു പെൺകുട്ടിയുണ്ട്, പക്ഷേ ബോധമില്ല. എന്ത്? ആടാ, ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ്. ഒന്നും പറയണ്ട. രാവിലെ വണ്ടിയുടെ മുന്നിൽ വന്ന് പെട്ടതാ. ഇപ്പോൾ ഹോസ്പിറ്റലുണ്ട്, ബോധം വന്നിട്ടില്ല. കാണാൻ കൊള്ളാം, എനിക്കിഷ്ടായി. ദേവൻ അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നത് പോലും ഉണ്ടായില്ല. രാവിലെ അവനെ ചീത്ത പറഞ്ഞതോർത്ത് വിളിച്ചതാണ് ദേവൻ. പക്ഷേ അവൻ പറഞ്ഞതൊന്നും ദേവൻ കേൾക്കാതെ ഗൗരിയെ പറ്റിയുള്ള ചിന്തയിലായിരുന്നു. പെട്ടെന്ന് അവൻ സംസാരിക്കുന്നതിനിടയ്ക്ക് ദേവൻ ഫോണ് കട്ട് ചെയ്തു. ബെസ്റ്റ്. പിന്നെ ഇവൻ എന്തിനാ വിളിച്ചത്? അവൻ ചിരിയോടെ അകത്തേക്ക് കയറി. അപ്പോഴാണ് ഗൗരിയുടെ കൈ ചലിക്കുന്നത് അവൻ കണ്ടത്. അപ്പോൾ ബോധം വന്നു തുടങ്ങി. അമൻ പറഞ്ഞു. അധികം വൈകാതെ തന്നെ ഗൗരി കണ്ണുകൾ തുറന്നു. അവൾക്ക് മുന്നിൽ അവളെ തന്നെ നോക്കി നിൽക്കുന്ന വ്യക്തിയെ കണ്ടതും അവളൊന്ന് ഭയന്നു. പേടിക്കണ്ട, പതിയെ കണ്ണു തുറന്നാൽ മതി, അമൻ അവളോട് പറഞ്ഞു. അല്പം നേരം കൊണ്ട് അവൾ കണ്ണുകൾ പൂർണ്ണമായും തുറന്നു. എങ്ങനെയുണ്ട് ഇപ്പോൾ? ഓക്കെ അല്ലേ? അവൻ ചോദിച്ചു. നിങ്ങൾ ആരാ? അവൾ അമനോട് ചോദിച്ചു. ഞാൻ അമൻ, ഡോക്ടറാണ്, ലണ്ടനിൽ. അപ്പോൾ ഞാൻ ലണ്ടനിലാണോ? അവൾ ചുറ്റിലും പതിയെ നോക്കി ചോദിച്ചു. ആ ബെസ്റ്റ്. താൻ ലണ്ടനിലാണ് എന്നല്ല പറഞ്ഞത്, ഞാൻ ലണ്ടനിൽ വർക്ക് ചെയ്യുന്നു എന്നാണ്. ഇപ്പോൾ നമ്മളുള്ളത് ബാംഗ്ലൂരാണ്. ഞാൻ എങ്ങനെ? എൻ്റെ വണ്ടിയുടെ മുന്നിൽ വന്ന് ചാടിയിട്ട് എന്നെ ചീത്ത കേൾപ്പിച്ചതല്ലേ താൻ? അവൾ നെറ്റിയിൽ പതിയൊന്ന് തടവി. വേദനയുണ്ടോ? അമൻ ചോദിച്ചു, ചെറുതായിട്ട്. അമൻ അവളുടെ നെറ്റിയിലെ കെട്ട് പതിയെ ലൂസാക്കി. ഇപ്പോൾ ശരിയായോ? ആയി.